കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ ഉത്തരവാദികളായ മന്ത്രിമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തി. മുഴുവൻ സർക്കാർ ആശുപത്രികളിലും ഓഡിറ്റ് നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചതിനെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഗാന്ധിനഗറിൽ നിന്ന് പ്രകടനമായാണ് ബിജെപി പ്രവർത്തകർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. മെഡിക്കൽ കോളേജ് കവാടത്തിലെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് അപകടത്തിന് ഉത്തരവാദികളായ മന്ത്രിമാർ രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുഴുവൻ സർക്കാർ ആശുപത്രികളിലും സർക്കാർ ഓഡിറ്റ് നടപ്പാക്കണം. ബിന്ദുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്നും ബിന്ദുവിന്റെ മകന് സ്ഥിരം ജോലി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിന്ദുവിന്റെ കുടുംബം അവർക്ക് ഒരു 25 ലക്ഷം മിനിമം കോമ്പൻസേഷൻ കൊടുക്കണം. ബിന്ദുവിന് മോന് സർക്കാർ ഒരു ജോലി കൊടുക്കണം. ഇവിടെ ആരാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ചെയ്തത്? ഏത് മന്ത്രിയാണ്? അത് PWD ആണോ? അത് ആരോഗ്യമന്ത്രിയാണോ? രണ്ടാളാണോ? അതിന്റെ ഒരു അന്വേഷണം നടക്കണം. നാടിന്റെ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രിന്റെ ഒരു ഓഡിറ്റ് പെട്ടെന്ന് നടത്തണം. പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കാൻ CPM ശ്രമിച്ചാൽ BJP ശക്തമായി തിരിച്ചടിക്കുമെന്ന് BJP നേതാവ് PC ജോർജ് പറഞ്ഞു. നേതാക്കളായ B രാധാകൃഷ്ണ മേനോൻ, S ജയസൂര്യൻ, G ലിജിൻലാൽ, റോയ് ചാക്കോ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കോട്ടയം.